Hi everyone, welcome back to Shaan Edutalks. Shaan Edutalksന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ആർട്ടിക്കിൾസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2 മാർക്ക് ഷുവറായിട്ടും നമുക്ക് നേടാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ് ആർട്ടിക്കിൾസ്. നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ വീഡിയോസ് കാണുന്നവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു ബിഗ് താങ്ക്സ്. നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പലരും ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. സോ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ് ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ എ ആൻഡ് ദി ഈ 3 വേർഡ്സുകൾക്കാണ് നമ്മൾ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ബട്ട് നമ്മൾ ആർട്ടിക്കിൾസിനെ 2ആയി തിരിക്കുന്നുണ്ട്. ഒന്ന് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അതേതാ ദ എന്ന് പറയുന്നതാണ്. ദെൻ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എ ഓർ ആൻ. സോ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കാര്യത്തെ സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏതൊരു നൗണിനെയും നമ്മളൊന്ന് എടുത്തു പറയുന്നതിന് വേണ്ടിയിട്ട് അവയുടെ മുന്നിൽ നമുക്ക് ദ എന്ന് ചേർക്കാം. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ദ ഗെയിം. വുഡ് യു പാസ് മീ ദ ഫോൺ? ഷീ ടേൺഡ് ഓൺ ദ ലാമ്പ് നെക്സ്റ്റ് ടു ഹെർ ബെഡ്. ഹി ഈസ് ഗോയിങ് ടു ദി പ്ലേ later. She is looking for the papers she printed last night. I see that the students have already arrived. The game, the phone, the lamp, the play, the papers, the students. ഇതൊക്കെ ഏതോ സ്പെസിഫിക് ആയിട്ടുള്ള നൗണുകളുടെ കാര്യമാണ് പറയുന്നത്. നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയണമെങ്കിൽ അവിടെ ദ എന്ന് ഉപയോഗിക്കാം. ഇനി നാം പറഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെയാണ് ആർട്ടിക്കിൾസിന്റെ പ്രധാന ഉപയോഗങ്ങൾ എന്നുള്ള കാര്യമാണ്. ആദ്യം നമുക്ക് എ ഓർ ആൻ നോക്കാം. രണ്ടിന്റെയും മീനിങ് ഒരു എന്നാണ്. ഇവ രണ്ടും സിംഗുലർ നൗണുകളുടെ മുന്നിൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഒരു എന്നായതുകൊണ്ട് പ്ലൂറൽ നൗൺസിന് മുന്നിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. പ്ലൂറൽ നൗൺസിന് മുന്നിൽ ഒരു ആർട്ടിക്കിൾ വേണമെങ്കിൽ ദ എന്നുള്ള ആർട്ടിക്കിളാണ് നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. എ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഒരിക്കലും ആൻ ഉപയോഗിക്കാറില്ല. ആൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എയും ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ആർട്ടിക്കിൾസിനെ 2ആയി തിരിക്കുന്നത്. എ ഓർ ആൻ എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിളാണ്, ഇൻഡെഫിനിറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ആൻ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ അതല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? എ ഉപയോഗിക്കാം. വവൽ സൗണ്ട്സ് കൊണ്ട് തുടങ്ങുന്ന വേർഡ്സിന് മുന്നിലാണ്, ഒരിക്കലും മാറിപ്പോവരുത്. വവൽ സൗണ്ട്സ് കൊണ്ട് തുടങ്ങുന്ന വേർഡ്സ്, വവൽ ലെറ്റേഴ്സ് കൊണ്ട് തുടങ്ങുന്ന വേർഡ്സ് അല്ല, വവൽ സൗണ്ട്സ് കൊണ്ട് തുടങ്ങുന്ന വേർഡ്സിന് മുന്നിലാണ് നമ്മൾ ആൻ ഉപയോഗിക്കുന്നത്. ആ, ഇ, ഉ, ഓ, എ ഇത്രയാണ് വവൽ സൗണ്ട്സ് എന്ന് പറയുന്നത്. ഇത് നീട്ടിയും നീട്ടാതെയും ഒക്കെ നമ്മൾ പറയും. അപ്പൊ ഇവയുടെ മുന്നിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൻ ഉപയോഗിക്കുന്നത്. അല്ലാത്ത സൗണ്ട്സിനെ നമ്മൾ കോൺസണൻസ് എന്ന് പറയും. അവയുടെ മുന്നിലൊക്കെ നമ്മൾ എ ആണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ആം ലുക്കിംഗ് ഫോർ എ പെൻ. Next one, would you please turn on a light? There is an orange in my hand. I'm waiting for an answer. That was an exciting night. അപ്പോൾ പൊതുവേ നമ്മൾ എ ഉപയോഗിക്കുന്നത് കോൺസണന്റ് സൗണ്ട്സിന് മുന്നിലും ആൻ ഉപയോഗിക്കുന്നത് വവൽ സൗണ്ട്സിന് മുന്നിലുമാണ്. എന്നാൽ നമ്മുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് സൈലന്റ് എച്ചിൽ തുടങ്ങുന്ന വേർഡ്സ് ആണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ആൻ ഉപയോഗിക്കുന്ന ഒരു കേസാണ് വേർഡ്സ് ബിഗിനിങ് വിത്ത് സൈലന്റ് എച്ച്. ഓക്കെ, ഏതൊക്കെയാണ് സൈലന്റ് എച്ചിൽ തുടങ്ങുന്ന വേർഡ്സ്? ആ എന്നുള്ള സൗണ്ടിലാണ് അത് വായിക്കുന്നത്. എച്ച് സൈലന്റ് ആണ്. ദെൻ ഓണ്, HONOUR, ഓണ്. ഓണർ എന്ന് പറയുമ്പോൾ എച്ച് സൈലന്റ് ആണ്. ഓണറിന്റെ മറ്റ് ഫോമുകളുണ്ട്. ഓണററി, ഓണറേറിയം, ഓണിസ്റ്റ്, ഓണറബിൾ, ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സ്. ദെൻ ഏബ്, ഇവയിലൊക്കെ എച്ച് സൈലന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, പ്ലീസ് ബി റെഡി ടു ലീവ് ഇൻ ആൻ അവർ. ഓക്കെ, 1 മണിക്കൂർ എന്നുള്ളതിന് ആൻ അവർ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇറ്റ്സ് ആൻ ഓണർ ടു മീറ്റ് യു എന്ന് വെച്ച് എച്ചിൽ തുടങ്ങുന്ന എല്ലാ വേർഡ്സിന് മുന്നിലും നമ്മൾ ആൻ അല്ല ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത്രയും വേർഡ്സുകളുടെ മുന്നിലാണ് ആൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് വരുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. അതുപോലെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, യു, ഇ എന്നീ ലെറ്റേഴ്സിൽ തുടങ്ങുന്ന ചില വേർഡ്സ് വവൽ ലെറ്ററിലായിരിക്കും തുടങ്ങുന്നത്, പക്ഷേ അവിടെ ഉച്ചരിക്കുന്നത് വൈയുടെ ഉച്ചാരണമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഹി ഗ്രാജുവേറ്റഡ് ഫ്രം എ യൂണിവേഴ്സിറ്റി ഇൻ കാലിഫോർണിയ. ഷീ ഈസ് ഫ്രം എ യൂറോപ്യൻ കൺട്രി. ഈ വേർഡ്സിലൊക്കെ യാ എന്നുള്ള ഉച്ചാരണമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഒരിക്കലും ലെറ്റർ നോക്കിയിട്ട് ആൻ എന്ന് ഉപയോഗിക്കരുത്.
എന്നാൽ ചില അബ്രീവിയേഷൻസ് ഉണ്ട്. ഇപ്പൊ LP സ്കൂൾ, MLA, MP എന്നൊക്കെ വരുന്നത്. ഇത്തരം ഷോർട്ട് ഫോംസിന് മുന്നിൽ നമ്മൾ ഏൻ എന്നാണ് ഉപയോഗിക്കുന്നത്. ഇനി അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇയോ എന്നുള്ള വേർഡ്. ഇയോ എന്നാണ് നമ്മൾ വായിക്കാറ്, ബട്ട് ദാറ്റ് വേർഡ് ഈസ് റിയലി പ്രൊനൗൺസ്ഡ് ഇയോ. ഇയോ എന്നാണ് ആ വേർഡ് വായിക്കുന്നത്. സോ ഫസ്റ്റ് വരുന്ന സൗണ്ട് യാ എന്നാണ്. യാ എന്നുള്ളത് ഒരു വവൽ സൗണ്ട് ആണോ, സ്വരാക്ഷരമാണോ? അല്ലല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ഇയോ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും അൺകൗണ്ടബിൾ നൗൺസിന് മുന്നിൽ ആർട്ടിക്കിൾസ് ഉപയോഗിക്കരുത്. ഫോർ എക്സാമ്പിൾ, ഐ ബോട്ട് എ ഷുഗർ. ഷുഗർ എന്നുള്ളത് അൺകൗണ്ടബിൾ ആണ്. ഒരു ഷുഗർ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് സം എന്നാണ്. അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില അൺകൗണ്ടബിൾ നൗൺസ് ആണ് ബ്ലഡ്, ന്യൂസ്, ഇൻഫോർമേഷൻ, ഫേർണിച്ചർ, വർക്ക്, റിസർച്ച്. ഇവയുടെയൊക്കെ മുന്നിൽ നമുക്ക് ദ എന്ന് ഉപയോഗിക്കാം. എന്നാൽ എൻ എന്നീ ആർട്ടിക്കിൾസ് നമ്മൾ ഒരിക്കലും ഈ അൺകൗണ്ടബിൾ നൗൺസിന് മുന്നിൽ ഉപയോഗിക്കരുത്. പ്ലീസ് ബൈ എ ബ്ലഡ് ഫ്രം ദി സൂപ്പർ മാർക്കറ്റ്. ഓക്കെ, അത് തെറ്റാണ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത്? എന്നുള്ളതിന് പകരം സം ഉപയോഗിക്കാം. പ്ലീസ് ബൈ സം ബ്ലഡ് ഫ്രം ദി സൂപ്പർ മാർക്കറ്റ്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് അൺകൗണ്ടബിൾ നൗൺസിൽ വർക്ക് എന്നുള്ളത്. ഇപ്പൊ ജോബും വർക്കും നമ്മൾ എന്ത് ചെയ്യരുത്? കൺഫ്യൂസ്ഡ് ആവരുത്. ജോബ് എന്ന് പറയുമ്പോൾ ജോബ്, ജോബ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഐ നീഡ് ടു ഫൈൻഡ് എ ജോബ് എന്ന് പറയാം. എന്നാൽ ഐ നീഡ് ടു ഫൈൻഡ് എ വർക്ക് എന്ന് പറയരുത്. ഐ നീഡ് ടു ഫൈൻഡ് വർക്ക് എന്നേ പറയാൻ പാടുള്ളൂ. കാരണം വർക്ക് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. എത്ര പഠിച്ചാലും നമുക്കൊരു സംശയം ഉണ്ടായിരിക്കും ചില വേർഡ്സ് കാണുമ്പോൾ അവിടെ എ ആണോ ഏനാണോ ഉപയോഗിക്കേണ്ടതെന്ന്. നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസിൽ നമുക്ക് കോമൺ ആയിട്ട് കൺഫ്യൂഷൻസ് വരുന്ന ചില വേർഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഏൻ അൺയൂഷ്വൽ എന്നാണ് നമ്മൾ പറയേണ്ടത്. കാരണം അവിടെ ആ എന്നാണ് ആ വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ എ യൂണിക്ക്, അവിടെ യു എന്നാണ് വായിക്കുന്നത്. ഏൻ ഓണ്, ഓ എന്നാണ് തുടങ്ങുന്നത്. എ ഹീപ്പ്, അവിടെ എച്ച് നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്. ആൻ ഹീപ്പ് എന്ന് പറയരുത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി എച്ച് സൈലന്റ് ആവുന്ന വേർഡ്സ് ഏതൊക്കെയാ? അവ, ഓണ്, ഓണററി, ഓണിസ്റ്റ്, ഓണറബിൾ, ഓണറേറിയം. എന്നാൽ വവൽ ലെറ്റേഴ്സ് വരികയും അവിടെ യാ എന്ന് ഉച്ചരിക്കുകയും ചെയ്യുന്ന വേർഡുകളാണ് എ യൂറോപ്യൻ, A1 എന്നൊക്കെ ഉള്ളത്. അത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം. കാരണം എക്സാമിൽ എന്തായാലും അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നത്. പിന്നെ നമ്മളൊരു പ്രൊഫഷനെ കുറിച്ച് ചോദിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ അവിടെ ആ പ്രൊഫഷന് മുന്നിൽ എപ്പോഴും നമ്മൾ എ ഓർ ആൻ ഉപയോഗിച്ചിരിക്കണം. ആർ യു എ ടീച്ചർ എന്നാണ് ചോദിക്കേണ്ടത്, വെറും ടീച്ചർ എന്ന് ചോദിക്കരുത്. അതുപോലെ തന്നെ ജോൺ ഈസ് ആൻ എഞ്ചിനീയർ, അല്ലാതെ ജോൺ ഈസ് എഞ്ചിനീയർ എന്ന് പറയരുത്. ഓക്കെ, ഇപ്പൊ പ്രൊഫഷന് മുന്നിൽ എപ്പോഴും നമ്മൾ എ ഓർ ആൻ ഉപയോഗിച്ചിരിക്കണം. എ ഓർ ആനിന് പകരം അവിടെ നമ്മൾ ദ എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ പ്രൊഫഷൻ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആയിട്ട് മാറും. ആർ യു എ ഡോക്ടർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അൺസ്പെസിഫിക് ആണ്. എന്നാൽ ആർ യു ദ ഡോക്ടർ, ഏതോ ഒരു പെർട്ടിക്കുലർ ഡോക്ടറെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ മേരി ഈസ് എ ടെക്നീഷ്യൻ ഫോർ ദ ഗ്യാസ് കമ്പനി. ഇവിടെ മേരി ഗ്യാസ് കമ്പനിയിലെ ടെക്നീഷ്യൻ ആണെന്നാണ് പറയുന്നത്. അത് ഒരു പെർട്ടിക്കുലർ ഗ്യാസ് കമ്പനിയിൽ മാത്രമായിട്ട് ജോലി ചെയ്യുന്ന ടെക്നീഷ്യൻ എന്ന് അവിടെ പറയുന്നില്ല. അതേസമയം മേരി ഈസ് ദ ടെക്നീഷ്യൻ ഫോർ ദ ഗ്യാസ് കമ്പനി എന്ന് പറയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഗ്യാസ് കമ്പനിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ടെക്നീഷ്യൻ ആണ് മേരി എന്നുള്ള അർത്ഥം അതിന് കിട്ടും. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ് അൺകൗണ്ടബിൾ നൗൺസിന് മുന്നിൽ ഒരിക്കലും നമ്മൾ എ ആൻ എന്ന് ഉപയോഗിക്കരുത്. എ ടി എന്നുള്ളത് തെറ്റാണ്. നമ്മൾ ടി എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ആൻ ഇൻഫോർമേഷൻ എന്ന് പറയരുത്. സം ഇൻഫോർമേഷൻ അല്ലെങ്കിൽ എനി ഇൻഫോർമേഷൻ എന്നൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, എന്നാൽ ഇത്തരത്തിലുള്ള അൺകൗണ്ടബിൾ നൗൺസിന് മുന്നിൽ ദ എന്ന് ഉപയോഗിക്കാം. ദ ന്യൂസ്, അതുപോലെ തന്നെ ദ ഫേർണിച്ചർ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇനി അവിടെ താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഐ എം ലുക്കിംഗ് ഫോർ ആൻ അക്കോമഡേഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ഐ എം ലുക്കിംഗ് ഫോർ ദി അക്കോമഡേഷൻ എന്ന് പറഞ്ഞാലും തെറ്റാണ്. ഐ എം ലുക്കിംഗ് ഫോർ അക്കോമഡേഷൻ എന്നാണ് പറയേണ്ടത്. അല്ലെങ്കിൽ ഐ എം ലുക്കിംഗ് ഫോർ ദ അക്കോമഡേഷൻ ലിസ്റ്റഡ് ഇൻ ദിസ് അഡ്വർടൈസ്മെന്റ്. അതായത് ആ അഡ്വർടൈസ്മെന്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആ അക്കോമഡേഷൻ. അങ്ങനെ നമ്മൾ എടുത്തു പറയുമ്പോൾ നമുക്ക് അതിന് മുന്നിൽ എന്ത് ഉപയോഗിക്കാം? ദ എന്ന് ഉപയോഗിക്കാം. ഇനി നമുക്ക് ദ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഒരു യൂണിക് ആയിട്ടുള്ള നൗണിന് മുന്നിൽ നമ്മൾ എപ്പോഴും ദ എന്ന് ഉപയോഗിക്കാറുണ്ട്. ഐ നീഡ് ടു ഗോ ടു ദ ബാങ്ക്, ദ പോസ്റ്റ് ഓഫീസ്, ദ ലൈബ്രറി, അതുപോലെ തന്നെ ദ കാഷ്യർ. ഈ നൗണുകളുടെ ഒക്കെ മുന്നിൽ നമ്മൾ അതൊരു യൂണിക് ആയിട്ട് നിൽക്കുന്ന നൗണാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദ ഉപയോഗിച്ചിട്ടുള്ളത്. നെയിംസ് ഓഫ് ഹോളി ബുക്സ് ഓർ വർക്ക്സ്, റിലീജിയസ് ആയിട്ടുള്ള ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങൾ, മോണ്യുമെന്റ്സ്, സ്മാരകങ്ങളുടെ മുൻപിൽ, റിവേഴ്സ്, സീസ്, ഓഷ്യൻസ്, മൗണ്ടൻ റേഞ്ചസ്, ഐലൻഡ് ഗ്രൂപ്പ്സ്, ഡെസേർട്സ്, ഇവയുടെ ഒക്കെ മുന്നിൽ നമുക്ക് ദ ഉപയോഗിക്കാം.
the Bible, the Ramayana, the Taj Mahal, the Periyar, the Arabian Sea, the Pacific Ocean, the Himalaya, the Lakshadweep Islands, Kingdom, Republic, State എന്നൊക്കെ തുടങ്ങുന്ന രാജ്യങ്ങളുടെ മുന്നിൽ നമുക്ക് ദ എന്ന് ഉപയോഗിക്കാം. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സ് ഒരുമിച്ച് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ദ UAE, ദ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. സോ അതിന്റെയൊക്കെ മുന്നിൽ നമുക്ക് ദാ എന്ന് ഉപയോഗിക്കാം. പിന്നെ യൂണിക് ഒബ്ജക്ട്സ് ആയിട്ടുള്ള സൺ, മൂൺ ഇവയുടെ മുന്നിലൊക്കെ നമ്മൾ ദാ ഉപയോഗിക്കാറുണ്ട്. ഇനി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, സൂപ്പർലേറ്റീവ്സിനോടൊപ്പം ദാ ഉപയോഗിക്കും. സൂപ്പർലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവിന്റെ ഏറ്റവും കൂടിയ ഫോമാണ് ദ മോസ്റ്റ്, ദ ബെസ്റ്റ്, ദ ബിഗ്ഗസ്റ്റ്, ദ വേഴ്സ്റ്റ്, ദ ലീസ്റ്റ്, ദ ഹയസ്റ്റ്, സ്റ്റ് എന്ന് അവസാനിക്കുന്ന അഡ്ജക്റ്റീവ്സ് അവയുടെ മുന്നിൽ നിർബന്ധമായിട്ട് നമ്മൾ ദ എന്ന് ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫുഡ് അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക്സിനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ അവിടെ നമ്മൾ ദ എന്ന് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ ദ ടീ സ്മെൽസ് ഡെലീഷ്യസ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടീയെ ആണ് നമ്മൾ ഉദ്ദേശിച്ചത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ നാഷണാലിറ്റീസ് പറയുമ്പോൾ ദ ബ്രിട്ടീഷ്, ദ ഫ്രഞ്ച്, ദ ആൻഷ്യന്റ് ഗ്രീക്സ്, ഇങ്ങനെ നാഷണാലിറ്റീസ് പറയുമ്പോഴും നമ്മൾ അതിനു മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. എന്നാൽ ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചതെങ്കിൽ അവിടെ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കാനും പാടില്ല. ഇനി നമ്മൾ ഇതിന്റെ കൂടെ പഠിക്കേണ്ട ഒന്നാണ് സീറോ ആർട്ടിക്കിൾ. നമുക്ക് തരുന്ന ചോദ്യത്തിൽ ചില സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ആർട്ടിക്കിൾ വേണ്ട എന്നുണ്ടാവാം. അത്തരം സ്ഥലങ്ങൾ ഇനി പറയുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള വേർഡ്സോ അല്ലെങ്കിൽ സിറ്റുവേഷനോ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സീറോ ആർട്ടിക്കിൾ എന്നാണ് എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഹി ഓർഡേർഡ് ആം ആൻഡ് എഗ്സ്. I smell roses. Do you want coffee or tea? He has loads of luggage. Ham, eggs, roses, tea, coffee, luggage. ഇതിനൊന്നും മുന്നിൽ നമ്മൾ ദ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളും നമ്മൾ ഉപയോഗിക്കേണ്ടതില്ല. ജനറൽ ആയിട്ടുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഒരു നൗൺ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടതില്ല. ഫ്രഷ് ബ്രെഡ് സ്മെൽസ് ഡെലീഷ്യസ്. ഇവിടെ ഫ്രഷ് ബ്രെഡ് എന്നുള്ളത് ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണ്. അതേപോലെ തന്നെ ഫ്ലവേഴ്സ് ഗ്രോ ഇൻ സ്പ്രിംഗ്. ലെറ്റ്സ് മേക്ക് കുക്കീസ് ടുമോറോ. ഇവിടെ ഫ്രഷ് ബ്രെഡ്, ഫ്ലവേഴ്സ്, കുക്കീസ് എന്നുള്ളതൊക്കെ ജനറൽ ആയിട്ടുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അവിടെ നമുക്ക് എന്ത് വേണ്ട? ആർട്ടിക്കിൾസ് വേണ്ട. അതുപോലെ മീൽസിനെ കാണിക്കുന്ന വേർഡ്സിന് മുന്നിൽ, സ്പോർട്സ് ആൻഡ് ഗെയിംസിനെ കാണിക്കുന്ന വേർഡ്സിന് മുന്നിൽ, സിറ്റീസ്, കൺട്രീസ്, ടൗൺസ് ഇങ്ങനെയുള്ള വേർഡുകളുടെ മുന്നിലൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല? ആർട്ടിക്കിൾസ് ഉപയോഗിക്കാറില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മീൽസ് എന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സപ്പർ ഇതിനൊന്നും മുന്നിൽ ആർട്ടിക്കിൾസ് ഉപയോഗിക്കരുത്. അതുപോലെ ക്രിക്കറ്റ്, ഫുട്ബോൾ, ബേസ്ബോൾ, ബാസ്കറ്റ്ബോൾ ഇങ്ങനെയുള്ളതിന് മുന്നിൽ പാരീസ്, ഫ്രാൻസ് ഇത്തരത്തിലുള്ള സിറ്റീസ്, കൺട്രീസ് ഇവയുടെ നെയിമിന് മുന്നിൽ കാർഡ്സ് എന്നുള്ളത് ഗെയിമാണ്. അപ്പൊ അതിന് മുന്നിലൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? ആർട്ടിക്കിൾസ് ഉപയോഗിക്കരുത്. ലാംഗ്വേജിന് മുന്നിൽ ആർട്ടിക്കിൾസ് ഉപയോഗിക്കരുത്. അവിടെ പീപ്പിൾ എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ദ സ്പാനിഷ്, ദ ചൈനീസ് എന്ന് പറയാം. എന്നാൽ ലാംഗ്വേജ് ആയിട്ടാണെങ്കിൽ ഹി സ്പീക്സ് സ്പാനിഷ്, അതുപോലെ തന്നെ ഹി നോസ് ചൈനീസ് ഇതിനൊന്നും മുന്നിൽ ആർട്ടിക്കിൾസ് ഉപയോഗിക്കരുത്. ചേർച്ച്, സ്കൂൾ, ബെഡ്, പ്രിസൺ, ഹോം. അതായത് ഇപ്പൊ ചേർച്ചിലാണെങ്കിൽ നമ്മൾ പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, സ്കൂളിൽ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട്, ബെഡിൽ സ്ലീപ്പിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പോയിട്ടുള്ളതെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ആർട്ടിക്കിൾസ് ഉപയോഗിക്കരുത്. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് അറ്റ് സ്കൂൾ ഓൾ ഡേ. പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളതെന്നാണ്. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ അറ്റ് ദ സ്കൂൾ. എന്നാൽ അവർ സ്കൂളിൽ ഫുട്ബോൾ കളിക്കുന്നു എന്ന് പറയുമ്പോൾ സ്കൂളിൽ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ അവിടെ ദ സ്കൂൾ എന്ന് പറയണം. ഇനി ഡേയ്സ്, മന്ത്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ മുന്നിൽ നമ്മൾ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കരുത്. അതായത് ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അവിടെ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കരുത്. ഫോർ എക്സാമ്പിൾ, നെക്സ്റ്റ് വീക്ക് വി വിൽ ഹാവ് എ ടെസ്റ്റ്, യുവർ അപ്പോയിന്റ്മെന്റ് ഈസ് ഓൺ മൺഡേ. ഇപ്പൊ ദിവസങ്ങളുടെയും മാസങ്ങളുടെയും ഒന്നും മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കരുത്. ഈ രോഗങ്ങളുടെ മുന്നിലാണ് നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ കുറെ കൺഫ്യൂസർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എ ഓർ ആൻ ചേർത്തുകൊണ്ടാണ് കോൾഡ്, ഹെഡ് ഏക്ക്, ഫീവർ ഒക്കെ നമ്മൾ പറയുന്നത്. ഫ്ലൂ ആണ് പറയുന്നതെങ്കിൽ ദ ഫ്ലൂ എന്നാണ് പറയേണ്ടത്. ദെൻ ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, ഹെപ്പറ്റൈറ്റിസ് ഇവയുടെ ഒന്നും കൂടെ നമ്മൾ ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കാറുമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ആർട്ടിക്കിൾസ്. ഡോണ്ട് മിസ് ഇറ്റ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരേക്കും സൈനിങ് ഔട്ട്. താങ്ക് യു.